ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ബീവീസ് കിച്ചൺ. അപ്പോൾ ബീവീസ് കിച്ചണിൽ ഇന്ന് എന്താണ് വീഡിയോ ഇട്ടിട്ടുള്ളത് പറയും? അൽസ ഉണ്ടാക്കി. അപ്പോൾ ഇന്നൊരു അൽസ ഇട്ടിട്ടില്ല. നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് അൽസ എങ്ങനെ ഉണ്ടാക്കാം. അൽസ എന്ന് പറയും, അലീസ എന്ന് പറയും. അപ്പോൾ ഈ അൽസ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വെള്ള ഗോതമ്പാണ്. നല്ല വെള്ള ഗോതമ്പ്, തൊലി കളഞ്ഞ നല്ല വെള്ള ഗോതമ്പാണ്. അത് ഒരു 4 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ മട്ടൻ അലീസാണ് വെക്കണത്. ചിക്കൻ കൊണ്ട് വെക്കാം, ബീഫ് കൊണ്ട് വെക്കാം. മട്ടനാണ് ഭയങ്കര ടേസ്റ്റ്. നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് ഞാൻ ഗോതമ്പ് വെള്ളത്തിലിട്ടത്. അപ്പോൾ ആ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, ബീഫ്, ഒരു അല്ലി വെളുത്തുള്ളി, ഒരു വലിയ ഉള്ളിൻ്റെ ഒരു 1/4 ഭാഗം ചേർത്ത്, പാകത്തിന് ഉപ്പ് ചേർത്ത്, 2-ാം പാൽ എടുത്ത് അതിലേക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കുക. ഞാൻ വെല്ലുള്ളിയും വെളുത്തുള്ളി ഇടുന്ന മുന്നേ ഓർമ്മയില്ലാതെ ഇളക്കിപ്പോയതാണ്, സോറി. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഒന്ന് എടുത്ത് പറയുന്നത്. അപ്പോൾ വേവിച്ച ഗോതമ്പാണ്. ഇതിൽ നിന്ന് നമ്മൾ എടുത്ത സ്പൈസസ് ഒക്കെ എടുത്ത് മാറ്റണം. ഗ്രാമ്പൂ, പട്ട, ഏലക്കായൊക്കെ ഉണ്ടല്ലോ, ഒക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നന്നായി അടിച്ചെടുക്കുക. മിക്സിൻ്റെ ജാറിലടിക്കുക, അല്ലെങ്കിൽ നല്ല കോലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. മിക്സിൻ്റെ ജാറിൽ അടിക്കുമ്പോൾ നമ്മൾ തണുത്തതിൻ്റെ ശേഷം അടിക്കണേ. ഇനി അതിൽ നമുക്ക് 1-ാം പാൽ ചേർത്തെടുക്കുക. 1-ാം പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്തെടുക്കണം. നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ. നല്ലോണം ഒരു 5 മിനിറ്റ് കൈ വെക്കാതെ അടിച്ചുകൊണ്ടിരിക്കണം. എങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു തല വരാനായിട്ട് വെക്കുക. ഒരു തല വന്നതിന് ശേഷം നമുക്ക് വാങ്ങിയേക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ പാത്രം ഒന്ന് മാറ്റി, നമ്മൾ ഏത് പാത്രത്തിലാണോ വിളമ്പുന്നത് അതിലേക്ക് മാറ്റുക. എന്നിട്ട് നമ്മൾ ഒരു വെല്ലുള്ളി നെയ്യിൽ പൊരിച്ച് കോരുക. അതുപോലെ അണ്ടി മുന്തിരി ഒക്കെ ചേർക്കുക. ഇവിടെ മക്കൾക്ക് അണ്ടി മുന്തിരി ഒന്നും ഇഷ്ടമില്ലാത്തതിനെ കൊണ്ട് ഒരു ഉള്ളി മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മേലെ കൊടുക്കുകയാണ്. ഇതുപോലെ നല്ല ഗോൾഡ് കളറായി വരുന്നത് പൊരിച്ചെടുക്കണം. ശേഷം ഇതാ നമ്മൾ അലീസയിലേക്ക് ചേർത്തെടുക്കുക. അപ്പോൾ നമ്മൾ അടിപൊളി മട്ടൻ അലീസ റെഡി ആക്കിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ബീവീസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയും ചെയ്യരുത്. ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങളൊരു പാർക്കിലേക്കാണ്. അപ്പോൾ നമ്മൾ അതിനുശേഷം പിന്നെ പാർക്കിൽ പോയിരുന്ന കുറച്ച് വീഡിയോസാണ്. അൽ മുസോൺ പാർക്കാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വെറുതെ ഒന്നിങ്ങനെ ജസ്റ്റ് വന്നതാ. അവിടെ എന്താ എങ്ങനെയുണ്ട് ഇവിടെ? ഇവിടെ നിങ്ങൾ ആദ്യം വന്നിക്കണല്ലോ അല്ലേ? ഞാൻ ആദ്യമായിട്ട് ഇവിടെ. നല്ല അടിപൊളി, നല്ല സൂപ്പർ വ്യൂ. ഈ ഭാഗത്താണ് പപ്പ ജോലി ചെയ്യുന്ന വീടുള്ളത്. എന്താ രസം. അത് പകല് നല്ല ഭംഗിയുണ്ടാവും അല്ലേ? പക്ഷെ ഇപ്പോഴത്തെ പകല് നമുക്ക് വരാനും പറ്റില്ല. അയവ അടിപൊളി, സൂപ്പർ അടിപൊളി വ്യൂ ആണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ എന്ത് ഭംഗിയാ, നല്ല അടിപൊളി. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഔട്ടിങ്ങും കൂടി നമ്മളിതിൽ കാണിക്കുന്നുണ്ട്. ചെറിയൊരു എന്താ പറയുക, ഒന്നുമില്ല, ജസ്റ്റ് നമ്മളിങ്ങനെ വെറുതെ വന്ന് ഇവിടെ വന്നൊന്ന് ഇരിക്കുന്നുണ്ട്. പപ്പ ഇവിടെ ഒന്ന് ഇരുത്തിപ്പോയി. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇവിടെ എന്താ പറയുക, ജസ്റ്റ് ഇവിടെ ഒന്ന് ഇരുന്നിട്ട് ഒന്ന് ഒരു ചില്ല ഇത് ഒന്ന് പോകാമെന്ന് കരുതി അല്ലേ? വെറുതെ വന്നല്ലേ, കുട്ടികൾക്ക് ഒന്ന് ചില്ലാവാൻ വേണ്ടിയിട്ട് വന്നാണ്. അപ്പം നമ്മൾ വിചാരിച്ചിരുന്ന ഒരു വീഡിയോ എടുക്കാം, നിങ്ങൾക്കൊന്ന് പറഞ്ഞു.